ഇത്ര നാൾ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ എടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ അതൊരു ഇല്ലീഗൽ ഒഫൻസ് ആയിരുന്നു. അതിന് പിഴ അടപ്പിക്കാനായിട്ട് ട്രാഫിക് പോലീസിനും മറ്റുമൊക്കെ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള അധികാരം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി മുതൽ അത് പറ്റില്ല, കാരണം അതിനൊരു നിയമനിർമ്മാണം വരാൻ പോവാണ്. മൊബൈൽ ഫോൺ ഇപ്പോൾ നമ്മളുടെ ജീവിതത്തിൻ്റെ ഡെയിലി എന്താ പറയുക റുട്ടീനിൽപ്പെട്ട ഒരു സംഗതി തന്നെയാണ്. അത് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ലീഗലായിട്ടുള്ള ഒരു സംഗതിയാക്കി മാറ്റാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ് നമ്മുടെ ഗവൺമെൻറ്. എന്നാൽ അതിന് കുറച്ച് നിബന്ധനകളുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ വെറുതെ അങ്ങ് ഫോൺ എടുക്കാൻ പറ്റുമെന്നില്ല. എന്നാൽ അതെങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള ഇൻഫർമേഷൻസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ നമ്മുടെ ഉദ്ദേശം എങ്ങനെയാണ് ഇത് ലീഗൽ ആവുന്നതെന്നുള്ളതാണ്. ഇതിനെ പറ്റിയുള്ളൊരു ചോദ്യം ലോക്സഭയിലാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ നമ്മുടെ യൂണിയൻ മിനിസ്റ്റർ ഫോർ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഹൈവേസ് ശ്രീ നിതിൻ ഗഡ്കരി പറഞ്ഞത്, വണ്ടി ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുക എന്നുള്ളത് ഈവൻ നമ്മൾ ഹാൻഡ്സ് ഫ്രീ ഇട്ട് ഉപയോഗിച്ചാൽ പോലും ഇപ്പം നിലവിൽ അത് പിഴ ചുമത്താൻ പറ്റുന്ന ഒരു വകുപ്പാണ്. പലപ്പോഴും പല വെഹിക്കിൾസൊക്കെ വണ്ടി ഓടിച്ച് പിടിച്ചു കഴിഞ്ഞാൽ പറയാറുണ്ട്, അപ്പോൾ ഫോൺ ഉപയോഗിച്ചിട്ട് ഹാൻഡ്സ് ഫ്രീയിൽ ഇട്ട് പിടിച്ചാൽ പോലും അത് ഒഫൻസീവാണ്. പൊതുവെ അങ്ങനെ പിടിക്കാറില്ല, എന്നാൽ പോലും അങ്ങനെയും വേണമെങ്കിൽ പിടിക്കാനുള്ള ഒരു വകുപ്പ് അവർക്കുണ്ട്. അത് ഒഫൻസ് തന്നെയാണ്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ളൊരു ചോദ്യം വന്നപ്പോൾ ശ്രീ നിതിൻ ഗഡ്കരി പറഞ്ഞൊരു ഉത്തരമാണ്, മറുപടിയാണ്, ലോക്സഭയിൽ തന്നെ പറഞ്ഞതാണ്. ഇനി മുതൽ അത് ലീഗലാക്കാൻ പോവുകയാണ്. ഏത്? ഹാൻഡ്സ് ഫ്രീ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മൊബൈൽ ഫോണിൽ സംസാരിക്കാം. മൊബൈൽ ഫോൺ കയ്യിൽ പിടിച്ചിട്ട് സംസാരിക്കാൻ പറ്റില്ല, അത് ഇല്ലീഗൽ തന്നെയായിരിക്കും. ഹാൻഡ്സ് ഫ്രീ ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്തുകൊണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കാം. മൊബൈൽ ഫോൺ പക്ഷേ പോക്കറ്റിലോ മറ്റോ ഇട്ടിരിക്കണം, അതല്ലാതെ നമുക്ക് കൈ പിടിച്ചിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ ഇതാണ് ഒരു കാര്യം. അപ്പോൾ ഹാൻഡ്സ് ഫ്രീ ഇട്ടുകൊണ്ട് നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് ലീഗലാക്കാൻ പോവുകയാണ്. ഒരു കാര്യം അതാണ്. ഇനി മറ്റൊരു കാര്യം, മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് നമ്മൾ നാവിഗേഷനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അത് ബൈക്കിലായാലും കാറിലായാലും ഒക്കെ നാവിഗേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അത് ലീഗലാണ്, അതിൽ തെറ്റൊന്നുമില്ല എന്നുള്ളത് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് ഇൻഫർമേഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഒന്ന്, ഹാൻഡ്സ് ഫ്രീ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാം, കയ്യിൽ പിടിക്കാതിരുന്നാൽ മതി. അത് ലീഗലാക്കാൻ പോവുകയാണ്. ഉടനെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫോർമാലിറ്റീസ് ലീഗലാക്കുന്നതിന്റെ നടപടികൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഇനി അഥവാ ഇത് പിടിച്ചു എന്ന് വിചാരിക്കുക, നമ്മൾ ഹാൻഡ്സ് ഫ്രീ ഇട്ടിട്ട് നമ്മൾ വണ്ടി ഓടിച്ചിട്ട് പിടിച്ചു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചലാൻ നമുക്ക് തന്നാലും കോടതിയിൽ നമുക്കതിനെ ചലഞ്ച് ചെയ്യാം എന്നുള്ളതാണ് മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഇനി നിങ്ങൾക്ക് ഈ മൊബൈൽ ഫോൺ ഇങ്ങനെ ഈ രീതിയിൽ ഉപയോഗിച്ചിട്ട് നിങ്ങളെ ട്രാഫിക് ചലാൻ തന്നു, എന്നാൽ നിങ്ങൾക്ക് അത് തെറ്റാണെന്ന് അല്ലെങ്കിൽ അങ്ങനെ ചെയ്തത് നിയമം മൂലം അത് ശരിയല്ല എന്നുള്ളത് നിങ്ങൾക്ക് കോടതിയിൽ പ്രൂവ് ചെയ്യാൻ പറ്റും. അത് ചലഞ്ച് ചെയ്യാം ഈ നിയമം വെച്ചിട്ടെന്നുള്ളതാണ് നമ്മുടെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ ഇൻഫർമേഷൻസുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.